ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടിയോട് അർജുൻ പറയാണ്, എടി ആ ജീവരാജ് ഇതാ ഇവിടെ വന്നിരിക്കുന്നെന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം ജീവരാജ് വീണ്ടും ഈ കോളേജിൽ ഇനിയിപ്പോൾ പ്രിൻസിപ്പാൾ വിളിച്ചിട്ടുണ്ടാവുമോ എന്ന് മറ്റൊരുത്തൻ പറയുമ്പോൾ അവിടെ പറയണം, അവൻ്റെ പോസ്റ്ററൊക്കെ ഒട്ടിച്ച് അവൻ ഈ കോളേജിൽ വേണമെന്ന് പലവർക്കും ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അവന് ഇപ്പോഴും ആളുകൾ കൂടുതലാണ് എന്നൊക്കെ മഞ്ചാടിക്ക് മുന്നിൽ പറയുമ്പോൾ മഞ്ചാടി പറയാണ്, ആ അങ്ങനെ ഒരാളായിരുന്നല്ലോ ഞാനും അവനെ എന്ന് വെച്ചാൽ ഇഷ്ടമായിരുന്നു, അവൻ നല്ലവനായിരുന്നു എന്ന് എനിക്കും തോന്നലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മഞ്ചാടി അങ്ങ് പോകുന്നു കേട്ടോ. അങ്ങനെ ഇത് കാണുന്ന അർജുൻ പറയണേ, മഞ്ചാടി ഇനി അതുവഴി പോകണ്ട, ക്യാൻറ്റീനിൻ്റെ ബാക്ക് വഴി പോയിക്കോളൂ, ജീവരാജ് ഈ വഴിയാണ് വരിക, അതിനെന്താ എനിക്കെന്താ കുഴപ്പം, അവർ ഇതുവഴി വന്നോട്ടെ, അതിനെന്താ പ്രശ്നമെന്ന് പറഞ്ഞ് മഞ്ചാടി നേരിൽ പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ജീവരാജ് മഞ്ചാടിയെ കടന്നു പോവാണ്. എന്നാൽ മഞ്ചാടി നോക്കുന്നില്ല. ജീവരാജ് മഞ്ചാടിയെ കാണുമ്പോൾ മഞ്ചാടി എന്ന് പറഞ്ഞ് വിളിക്കണേ. അങ്ങനെ മഞ്ചാടി ഒന്ന് സ്റ്റോപ്പ് ആവുകയാണ്. അങ്ങനെ ജീവരാജ് തൊട്ടരികിലോട്ട് എത്തുമ്പോൾ മഞ്ചാടി പറയാണ്, കൺഗ്രാറ്റുലേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന ജീവരാജ് അങ്ങ് ഞെട്ടിപ്പോവാണ്. പിന്നീട് അങ്ങ് മഞ്ചാടി അങ്ങ് നടന്നു പോകുമ്പോൾ വേറൊരുത്തൻ വന്നിട്ട് പറയണേ, അതെ നിന്നെ പ്രിൻസിപ്പാൾ പെട്ടെന്ന് കാണണമെന്ന് പറയുന്നത്, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയില്ല, പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് മഞ്ചാടി അങ്ങ് പോകുന്നു കേട്ടോ. ഇനി മഞ്ചാടിക്ക് പ്രിൻസിപ്പാളുടെ കയ്യിൽ നിന്നും കൊട്ടുകിട്ടാൻ പോകുന്ന ആ ഒരു സീനാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ വിനയൻ ഒത്തിരി നേരം കാത്തിരുന്നു. അപ്പോഴാണ് സരോജിനി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ചായ ക്ലാസ് എടുക്കാൻ. പക്ഷേ വിനയൻ ഉറങ്ങിയിരിക്കുന്നു. അങ്ങനെ സരോജിനി ക്ലാസ് എടുക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ വിനയൻ എണീക്കണം കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ മാഷ് വന്നു, ഇല്ല വന്നില്ല, ഇനിയിപ്പോൾ എപ്പോഴാണ് വരുന്നത് പറയാൻ പറ്റില്ല എന്നിങ്ങനെ സരോജിനി പറയുന്നു. കാരണം തനിക്ക് നല്ല പേടിയുണ്ട് വിനയൻ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ സരോജിനി പറയാണ്, ഒന്ന് ഫോണിൽ വിളിച്ചു നോക്ക് വിനയ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു നോക്കാൻ പറയുമ്പോൾ ഫോൺ അകത്തുനിന്ന് റിങ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വിനയൻ പറയാണ്, അകത്തുനിന്നാണല്ലോ റിങ് ചെയ്യുന്നത്, ഒന്ന് പോയി നോക്കിയേ എന്ന് പറയുന്നു. അങ്ങനെ സരോജിനി പോയി നോക്കുമ്പോൾ അതെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് മാഷ് ഇവിടെ നിന്ന് പോയതാണ്, ലോക്കറിലോട്ടാണെന്ന് പറഞ്ഞ് ഫോണും കൊണ്ടുപോയിട്ടില്ല വിനയ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എപ്പോഴാണ് എന്താ വരിക എന്ന് അറിയില്ല, അതുകൊണ്ട് തന്നെ വിനയ നീ വിളിച്ചു നോക്കിക്കോ, എന്നാ വന്നാൽ പറയണമെന്ന് പറഞ്ഞ് വിനയൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് രഘുവും അമ്പിളിയും വരുന്നു കേട്ടോ. രഘുവിനെയും അമ്പിളിയെയും കാണുന്ന വിനയൻ അവിടെ നിൽക്കണം. അങ്ങനെ രഘു ചോദിക്കും, എന്താ വിനയ ഈ വഴിക്ക്, എനിക്ക് മാഷിനെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു, അമ്മാവിനെ വിളിക്കായിരുന്നില്ല, അമ്മാവില്ല ഇവിടെ, അമ്മാവിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ടില്ല, ഇവിടെ നിന്നും ലോക്കറിലോട്ട് അങ്ങനെ എന്തോ പറഞ്ഞു, അങ്ങോട്ടേക്ക് പോയിരിക്കുകയെന്ന് പറഞ്ഞു, എന്നാൽ ഫോണിൽ വിളിക്കായിരുന്നില്ലേ എന്ന് അമ്പിളി ചോദിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ വിനയം പറയണേ, ഫോണിലോട്ടും വിളിച്ചു, പക്ഷേ ഫോൺ കൊണ്ടുപോയിട്ടില്ല, ഫോൺ ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം ഒരു പക്ഷേ ലോക്കർ കാര്യത്തിന് പോയതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ അവിടെ സരോജിനി വന്നിട്ട് പറയണേ, അതെ ലോക്കറിലോട്ടാണ് പോയിട്ടുള്ളത്, ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയട്ടോ. അപ്പോഴേക്കും വിനയം പറയണേ, രഘുട്ടാ എന്നാൽ എനിക്കൊരു ഉപകാരം ചെയ്യുമോ, നിങ്ങളുടെ അനന്തമാഷ് വന്നു കഴിഞ്ഞാൽ മാഷിനോട് ഞാനിവിടെ വന്നെന്നും എന്ന് പറയണമെന്ന് പറയുമ്പോൾ, അതിനെന്താ വിനയ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് അമ്പിളി പറയണേട്ടോ. അങ്ങനെ വിനയൻ്റെ മാറ്റം അമ്പിളിയും ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ ഈ സമയം വിനയൻ പറയണേ, ഞാൻ വന്നത് എന്തിനാണെന്നും കൂടി ഒന്ന് പറയുന്നത് നന്നായിരിക്കും. അത് കേൾക്കുന്ന രഘു, എന്തിനാണ്, അതെ മഞ്ചാടിയുടെ നേർക്ക് ഞാനത് കളിച്ചത് കൊണ്ട് തന്നെ എൻ്റെ പേർക്ക് ഒരു കേസുണ്ടല്ലോ, അത് ഒഴിവാക്കി തരണമെന്ന് പറയാൻ വേണ്ടിയാണ്, അതെങ്ങനെ വിനയ എന്ന് പറഞ്ഞിട്ടങ്ങ് അമ്പിളി ഒച്ചയെടുക്കുമ്പോൾ ഉടൻ തന്നെ രഘു, അമ്പിളി മിണ്ടാതിരിക്കുക എന്ന് പറയണം കേട്ടോ. എന്നാൽ ഈ സമയം വിനയനോട് പറയും, എനിക്കിതിലധികം ഇടപെടാൻ പറ്റില്ല, വിനയനെ അറിയാലോ, അതുകൊണ്ട് ഞാൻ അമ്മാവനോട് പറയാം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, പിന്നെ അമ്മാവനെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്യാം, അല്ല എനിക്ക് നല്ലൊരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്, അത് പോയി കഴിഞ്ഞാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് വിനയൻ പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അപ്പോഴേക്കും സരോജിനി പറയണേ, അതെ മാഷ് ഇവിടുന്ന് സ്വർണവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയിരിക്കുന്നത്, പക്ഷേ മാഷ് ഫോണും കൊണ്ടുപോയിട്ടില്ല, എന്നിട്ട് ഒത്തിരി നേരമായി പോയിട്ട്, ഒത്തിരി നേരമായി. അപ്പോഴേക്കും അമ്പിളി, അയ്യോ അച്ഛൻ ഊണ് കഴിക്കാൻ എത്തുമോ, അതൊന്നും എനിക്കറിയില്ല, ഒത്തിരി നേരമായി എന്ന് പറയണേട്ടോ. പിന്നീട് രഘു കുളിയൊക്കെ വന്നതിന് ശേഷം അമ്പിളി പറയണേ, അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ രഘുട്ടനൊന്ന് ബാങ്കിൽ പോയി നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഉടൻ തന്നെ രഘു പറയണേ, ഞാൻ പോയി നോക്കാം എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം അമ്പിളി പറയണേ, വിനയന് മാറ്റമുണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഇത്രത്തോളം മാറ്റമുണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇത് അവൻ്റെ അഭിനയമാണെങ്കിലോ ഒരുപക്ഷെ ഈ ഭാര്യയും കുട്ടികളെയും കൂടെ പിടിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിലോ എന്ന് പറയുമ്പോൾ രഘു പറയാം, അതിനെന്താ, അത് നല്ല കാര്യമല്ലേ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അപ്പോഴാണ് കഥകിൽ ആരോ തട്ടുന്നു. തുറന്നു നോക്കുമ്പോൾ സരോജിനി ആയിരിക്കും. ഇതാ നിങ്ങൾക്ക് ചായ എന്ന് പറഞ്ഞ് സരോജിനി കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ സരോജിനി പറയാണ്, നിങ്ങളിത് കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട്, പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, അവൻ എന്നെ എന്തെങ്കിലും ചെയ്യുമോ, ഈ വീട്ടിലോട്ട് കയറിക്കൂടുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വിനയൻ്റെ മാറ്റം അത് എന്നെപ്പോലും ഞെട്ടിച്ചു കളഞ്ഞു. വിനയൻ കയറിയില്ല, ആരുമില്ലാത്ത വീട്ടിൽ അവൻ കയറാൻ കൂട്ടാക്കിയില്ല, അവൻ ഉമ്മറത്താണ് ഇരുന്നത്.
പറയുന്നത്. മാഷിനെ കാത്ത് ഒത്തിരി നേരം ഇരുന്നെന്ന് പറയണം കേട്ടോ. അങ്ങനെ പിന്നീട് ആ ശരി എന്നാൽ അച്ഛനെ തിരക്കി പോട്ടെ എന്നിങ്ങനെ രഘു പറയണം. അങ്ങനെ രഘു ഡ്രസ്സൊക്കെ മാറി പെട്ടെന്ന് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ബാങ്കിലെത്തുമ്പോൾ ആ രഘു നിന്നെയും കാത്തിരിക്കുകയാണ്, നീ ഇങ്ങോട്ടേക്ക് വരുമെന്ന് മാഷ് പറഞ്ഞിരുന്നു. അതെന്താ മാഷില്ല അപ്പോൾ ഇവിടെ? ഇത് നിന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇതെന്താ? ഇത് ലോക്കറിൻ്റെ കീയും ബാക്കിയുള്ള കാര്യങ്ങളാണ്. സാധാരണ ഒരാളുടെ പേരിൽ ലോക്കർ തുടങ്ങിയ മറ്റുള്ളവരെ കീ ഏൽപ്പിക്കാൻ പാടില്ല. പക്ഷേ അയാൾ തന്നെ എന്നോട് ഇത് പറഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ രഘു ചോദിക്കും, അല്ല അമ്മാവൻ എങ്ങോട്ടാണ് പോയത്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? അത് എനിക്കറിയില്ല, അമ്മാവനെ ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയത്, പക്ഷേ എങ്ങോട്ടാണ് പോയത് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നിട്ടോ. അങ്ങനെ രഘുവിനെ ഭീതിപ്പെടുത്താണ്. മാഷിൻ്റെ ആ പോക്ക് എവിടോട്ടാണെന്ന് അറിയാതെ രഘു പോകുന്നു കേട്ടോ. എന്നാൽ മാഷിൻ്റെ ആ ഒരു മുങ്ങൽ എങ്ങോട്ടാണെന്നുള്ളത് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. മാഷ് ആരെങ്കിലും കടത്തിയതാണെന്നും പറയാൻ കഴിയില്ല കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ രഘുവും അനുപമയും ചിരിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അനുപമ വന്നിട്ട് പറയണേ, രഘുവേട്ടനെ വിളിച്ചു, പക്ഷേ രഘുവേട്ടൻ ഫോൺ എടുക്കുന്നില്ല, തിരിച്ച് വിളിക്കുന്നില്ല എന്നിങ്ങനെ ചിരുവിനോട് പറയുമ്പോൾ ചിരി പറയണേ, രഘുവേട്ടനെ അത് വിളിക്കും, ഒരുപക്ഷെ തിരക്കിലാണെങ്കിലോ, അച്ഛനവിടെ ഇല്ല എന്നല്ലേ പറഞ്ഞത്, സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുപോകാൻ പോയിരിക്കില്ല, അപ്പം അച്ഛനെ തിരക്കി ഇറങ്ങിയതാണെങ്കിലോ, അങ്ങനെ ആയാൽ നന്നേന്ന് പറയുമ്പോൾ ദയ ഉറഞ്ഞു തുള്ളി വരുന്നു കേട്ടോ. ദയ പറയണേ, ഈ വിച്ചുമോനെ ഒന്ന് ഇവിടെ പിടിക്കുമോ? അപ്പുക്കുട്ടനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, അവൻ ഉണർത്താണ്. എടാ നീ എന്തിനാടാ അവനെ ഉണർത്തുന്നതെന്ന് പറഞ്ഞിട്ട് വിച്ചു നീ എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയണേട്ടോ. എന്നാൽ ഈ സമയം ദയോട് ചീരി പറയണേ, എടി രഘുവേട്ടൻ ഫോൺ എടുക്കുന്നില്ല, രഘുവേട്ടൻ ഇനിയിപ്പോൾ തെറ്റായി കാണുമെന്നും പറയാൻ കഴിയില്ല, രഘുവേട്ടൻ ഇനി തിരിച്ച് വിളിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ ഉൾക്കൊള്ളാൻ അങ്ങ് കഴിയുന്നില്ല കേട്ടോ ദയൊക്കെ. എന്നാൽ ഈ സമയം ഒരു ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇന്ദ്രനെ ആയിരിക്കും കേട്ടോ. അപ്പോഴേക്കും വിച്ചു അച്ഛ എന്ന് പറഞ്ഞിട്ടുള്ള വിളി വരുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം അനുപമ ഇന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ദയ പറയാണ്, പതിവില്ലാത്തവരൊക്കെ വരുന്നു, അടുത്ത് കൂടുന്നവരൊക്കെ കൂടുന്നു, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ എന്നിങ്ങനെ ചിരുനോട് പറയുമ്പോൾ ചിരു നീ ഒന്നും മിണ്ടാതിരിക്കട്ടെ പെണ്ണേ എന്നും ഇങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം അനുപമ ഇന്ദ്രനോട്, ഇതെന്താ ഇന്ദ്രട്ട പതിവില്ലാത്തൊരു വരവ്, പറയാതെ ഒരു വരവ്, അതെന്താ എനിക്കെന്നെ കുഞ്ഞിനെ കാണാൻ വന്നൂടെ എന്നിങ്ങനെ ഇന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചീരവും ദയ അവിടെ എത്താണ്. ഇതേ സമയം അല്ല മാഷുണ്ടോ ഇവിടെ? ഇല്ല, അച്ഛൻ പഞ്ചരത്നത്തിലാണ്. അപ്പോഴേക്കും അല്ല രഘുവേട്ടനോ അമ്പിളി ചേച്ചിയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അത് കേൾക്കുന്ന ഇവരെല്ലാവരും എന്ത് പറയണമെന്നറിയാതെ തലതാഴ്ത്തി നിൽക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ പറയുന്നത്, ദയ അതെ അമ്പിളി ചേച്ചിയും ഞാനുമായി ഇന്നൊരു വഴക്കിട്ടു, ആ വഴക്കിനിടയിൽ രഘുവേട്ടൻ ഇടപെട്ടു, അപ്പോൾ രഘുവേട്ടൻ എന്നോട് ഇറങ്ങിപ്പോവാൻ ഇവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് ഇറങ്ങിപ്പോവാൻ പറ്റാത്തത് കൊണ്ട് രഘുവേട്ടൻ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയട്ടോ. ഇതേ സമയം ചീരു നീ എന്തടി കാണിക്കുന്നത്, ഇക്കാര്യങ്ങളൊക്കെയാണോ ഇന്ദ്രട്ടൻ വന്ന പാടെ പറയുന്നത്? അതിനെന്താ ഇന്ദ്രട്ടൻ ചോദിച്ചതിനുള്ള മറുപടിയല്ലേ, നീ ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടു പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം കിച്ചണിൽ ഇങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചീരു. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ദയോട് പറയണം, ഇനി എന്ത് പണിയാടി കാണിച്ചത്, രഘുവേട്ടൻ ഇന്നേ വരെ വിളിച്ചിട്ടില്ല, അച്ഛനാണെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ പോകുമ്പോൾ ഒരാൾ വരും എന്നുള്ളതിന് ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. എന്ത് കാര്യം? ഇന്ദ്രേട്ടൻ വന്നത് കണ്ടില്ലേ, ഇന്ദ്രേട്ടൻ നമുക്ക് തുണയായി വന്നത് കണ്ടില്ലേ? എടി രഘുവേട്ടനും ഇന്ദ്രേട്ടനും ഒരുപോലെയാണോ? അതെന്താ രഘുവേട്ടനും ഇന്ദ്രേട്ടനും ഒരുപോലെ അല്ലാതെ നീ രഘുവേട്ടനെ ഏത് സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്? നമ്മുടെ അച്ഛൻ കഴിഞ്ഞ അടുത്ത സ്ഥാനം നമുക്ക് രഘുവേട്ടനാണ്, അതിനെനിക്കറിയില്ല, അതുപോലെയാണോ ഇന്ദ്രേട്ടൻ എന്ന് ചോദിക്കുമ്പോൾ ദയ അങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇനി ദയ അനുഭവിക്കാൻ കിടക്കാണ്. എന്നാൽ മാഷിൻ്റെ ഈ ഒരു വേർപാട് എങ്ങോട്ടാണെന്ന് അറിയാതെ ഇവരെ എല്ലാവരും ഇനി കണ്ണീര് കുടിക്കുന്ന ആ ഒരു സീനിലോട്ട് ാണ് പോകുന്നത്.